ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വേദയാണെങ്കിൽ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദിനിയാണ് കിച്ചണിലുള്ളത്. നന്ദിനിക്ക് വേദ ചെല്ലുന്നതേ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നന്ദിനി എടുത്തി ചായ എടുക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, പിന്നെ നീ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചായ ഞാൻ റെഡിയാക്കി കയ്യിലേക്ക് തരാമെന്നിങ്ങനെ പറയാം കേട്ടോ. അല്ല, എനിക്കല്ല, ഞാൻ വിക്രമിന് ഇത്തിരി ചായ കൊണ്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ്. അതെ, നീ കൊടുത്താൽ മാത്രം വിക്രം ചായ കുടിക്കുമെന്നുള്ളൂന്നൊന്നും ഇല്ലല്ലോ. നീ വരുന്നതിന് മുമ്പ് ഞാനും ശ്രീചേച്ചിയൊക്കെയാണ് വിക്രമിന് ചായ കൊണ്ട് കൊടുത്തോണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് നന്ദിനി ചായ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വേദ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ടേ, അതെ നന്ദിനി എടുത്തി, ഇപ്പോൾ അന്ന് വിക്രമ് വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വിക്രമിൻ്റെ ഭാര്യ, ഞാനുള്ളപ്പോഴേ വിക്രമിന് ചായ കൊടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നീ എന്നാടി വിക്രമിൻ്റെ ഭാര്യയായത്? ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ നീ? എന്നായാലും വിക്രമിൻ്റെ ഭാര്യയായിട്ട് രാധ തന്നെ ഈ വീട്ടിലേക്ക് വരും, അത് നീ കാണുമെന്ന് ഇങ്ങനെ പറയാട്ടോ. അയ്യേ, ഈ നന്ദിനി ഏട്ടത്തേക്ക് എന്താ? അച്ഛമ്മ വന്നതോടുകൂടി ഞങ്ങൾ പരസ്പരം ഒന്നായി, ഞങ്ങളുടെ വിവാഹം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ എൻ്റെ അച്ഛനും കൂടി ഇതിൽ അംഗീകരിച്ചിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയാട്ടോ. ആരംഗീകരിച്ചാലെന്താ, ഇവിടുത്തെ അച്ഛൻ നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് ഇങ്ങനെ പറയാട്ടോ. അതൊക്കെ നന്ദിനി ഏട്ടത്തിയുടെ തോന്നലാന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെങ്ങനെയാ? ഇവിടെ ഉള്ളവരെല്ലാം നീ അങ്ങെന്തോ കൂടോത്രം ചെയ്ത് വശീകരിച്ച് വെച്ചേക്കുമല്ലേ, അല്ലാതെ പിന്നെ നിന്നെ ഇവിടെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ലല്ലോ. ഈ വന്ന കയറിയപ്പോൾ ഈ വീടിൻ്റെ പുറത്തായിരുന്ന സ്ഥാനം പിന്നെ കയറി ഹാളിലായി, ഇപ്പൊ നേണ്ട വിക്രമിന്റെ മുറിയിൽ വരെ എത്തി. ഇപ്പോ നിന്റെ വിചാരം എന്താ, ഈ വീട് മുഴുവൻ നിന്റെ ഭരണത്തിലാണെന്നോ? അതൊന്നേ ഈ നന്ദിനിയുടെ അടുത്ത് നടക്കത്തില്ല എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നന്ദിനി എടുത്തി, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്. എനിക്ക് ഈ വീട്ടിലെ ഒരു ഭരണവും വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഒരു മകൻ്റെ ഭാര്യയാണ് ഞാനും. അതേ അവകാശമൊക്കെ തന്നെ എനിക്കും മതിയെന്ന് പറയുകയാണ് കേട്ടോ. അതേടി, നിനക്ക് ഞാനിവിടെ അവകാശങ്ങളൊക്കെ തരുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതെ നന്ദിനി എടുത്തി, എടി പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് തരുന്നുള്ളൂ. ആ റെസ്പെക്റ്റും എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ നന്ദിനി, നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വേദയെ കൈയോങ്ങാണ് അടിക്കാനായിട്ട്. ഇത് കാണുമ്പോഴത്തേക്കിനും വേദ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന സമയത്ത് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ പറയും. ഒച്ചയൊക്കെ കേൾക്കുമ്പോഴേക്കും കമലാമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദിനി എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അമ്മ വന്നല്ലോ, ഇനി എന്നെ ഈ കുറ്റം പറയുള്ളെന്ന് എനിക്കറിയാം. ഇപ്പൊ എല്ലാവരും ഇവളെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണല്ലോ, ഞാനിപ്പോൾ പുറത്ത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ലമ്മേ, ഞാൻ വിക്രമിനെ ചായ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ നന്ദിനി എടുത്തി ആവശ്യമില്ലാതെ വെറുതെ ഓരോ വഴക്കിന് വരികയാണെന്ന്. അതേടി, ഞാനാ ഇപ്പോൾ വഴക്കിന് വന്നതല്ലേ? നീ എന്നെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഇവിടെ വെച്ച് പറഞ്ഞു? നന്ദിനി എടുത്തി ആവശ്യമില്ലാത്തത് പറയരുത്. ഞാൻ എന്ത് അനാവശ്യമാണ് പറഞ്ഞത്? അതെ, ഇപ്പം എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ശ്രീജി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് വിക്രമിനെ വിളിച്ചുണർത്തുന്നുണ്ട്. വിക്രം, ഒന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്കൊന്ന് വാ. ആ വേദയും നന്ദിനിയും കൂടി അവിടെ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ഇങ്ങനെ എന്തൊരു കഷ്ടമായത്, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം ദേഷ്യം പിടിച്ചിട്ട് എഴുന്നേറ്റ് വരികയാണ് കേട്ടോ. അപ്പോൾ എന്താ നിനക്ക് വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ട് വേദയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. വിക്രം, എന്നെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. ഈ നന്ദിനി എടുത്തിയാണ് എന്നോട് വെറുതെ വഴക്കിന് വന്നത്. വിക്രമിനോട് പറയുന്നുണ്ട് നന്ദിനി. വിക്രം, ഇവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവള് തന്നെയാണ്, ഈ വേദ. ഇവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിൽ പിന്നെ എനിക്ക് ഒരു സ്വസ്ഥതയില്ല. ഞാനും വിനയേട്ടനും ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് അങ്ങ് മാറിക്കോളാം. നീ നിന്റെ ഭാര്യയും കൂടി അങ്ങ് സുഖമായിട്ട് ജീവിച്ചു. എന്താ ഏട്ടത്തി, എന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെ വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടി ഇപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? അതെ, ഇവളിപ്പോൾ എപ്പോഴും എനിക്ക് ഒരു സമാധാനവും തരുന്നില്ല. ഇവൾ എന്തെങ്കിലുമൊക്കെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ട് അമ്മയ്ക്കിപ്പോൾ എന്നോട് എപ്പോഴും ദേഷ്യമാണ്. ഇവരെല്ലാവരും എന്നിട്ട് ഒറ്റക്കെട്ടാണ്. ഞാനിപ്പോൾ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റായിട്ടുണ്ട്. എന്തായാലും ഞാൻ വിനയനും കൂട്ടി ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കാമല്ലോ എന്നിങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് വേദയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ വേദ ഒരു പുച്ഛത്തോടെ ഇങ്ങനെ നന്ദിനിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്,
എന്തിനാ ഏട്ടത്തി വെറുതെ കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് നുണ പറഞ്ഞു കൊടുക്കുന്നത്? വെറുതെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നെങ്കിൽ അവനും എൻ്റെ കയ്യിലിരിപ്പുണ്ടാ, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നിങ്ങനെ പറയാട്ടോ. കേട്ടോ വിക്രം, ഇതാ ഇവളുടെ നാവ്, ഇവൾ എന്തൊക്കെയാ പറയുന്നത് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. എന്തിനാ നന്ദിനി ഏട്ടത്തി ഇങ്ങനെ അഭിനയിക്കുന്നത്? വല്ല സിനിമയിലും അഭിനയിച്ചിരുന്നെങ്കിൽ വലിയ വലിയ അവാർഡുകളൊക്കെ അങ്ങ് കിട്ടിയെന്നിങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വിക്രം പെട്ടെന്ന് തന്നെ ചാടി ചെന്ന് വേദിയെ അടിക്കാനായിട്ട് കയ്യോങ്ങുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട് വിക്രം എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. വേദയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. വേദയ്ക്ക് ഇങ്ങനെ ഒരുപാട് സങ്കടമാകുന്നുണ്ട് ഇത് കാണുമ്പോൾ. ആ നന്ദിനി അടുത്തേക്ക് സന്തോഷമായല്ലേ? വിക്രം എന്താ അടിക്കാതെ നിർത്തിയത്? എന്നെ അങ്ങ് അടിക്ക്, അപ്പോൾ പിന്നെ നന്ദിനി അടുത്തേക്ക് സന്തോഷമോ? വിക്രമിനും അത് തന്നെയല്ലേ വേണ്ടത്? എന്താ എന്നെ അടിക്കുന്നില്ലെന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രമാണെങ്കിൽ വേദയോട് പറയുന്നുണ്ട് എന്തൊരു സ്വസ്ഥതക്കേടാണെന്നറിയോ, നീ വന്നതിൽ പിന്നെ ഈ വീട്ടിനകത്തുണ്ടായിരുന്ന സമാധാനവും കൂടി പോയി കിട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലടിക്കുന്നതും കൂടി നിനക്ക് കാണണോ? ഈ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. ഇനി അതിനും കൂടി നീ സമ്മതിക്കില്ലേ? ഇപ്പോൾ തന്നെ ഇറങ്ങണം. നീ എൻ്റെ ജീവിതത്തിൽ നിന്നല്ല, ഈ വീട്ടിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ നിന്നും നീ ഇപ്പോൾ പടിയിറങ്ങണമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ വേദയ്ക്ക് അത് ഒരുപാട് വിഷമാവുകയാണ് കേട്ടോ. വേദയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ എന്നിട്ട് വിക്രം എന്തിനാ വേദയെ മാത്രം കുറ്റം പറയുന്നത്? ആ നന്ദിനി ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വഴക്കിന് വേദയോട് പോയതാണ്, അല്ലാതെ വിക്രം കാര്യം അറിയാണ്ട് വേദയെ ഒരു വെറുതെ വഴക്കുണ്ടാക്കണ്ട എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് അല്ല ഏട്ടത്തി, ഞാൻ കുറേയായി ക്ഷമിക്കുന്നു. ഇവള് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തൊട്ട് ഈ വീടിൻ്റെ ഭരണമെല്ലാം ഇവളുടെ തലയിലാണെന്ന വിചാരം. ഇനിയിപ്പോൾ ഇന്നത്തോടു കൂടി നീ ഇത് മതിയാക്കിക്കോ. നീ ഇപ്പോൾ ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നിന്ന് മറ്റാരും ഇറങ്ങുന്നത് എനിക്ക് കണ്ടു കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വേദയ്ക്ക് അത് ഒരുപാട് ഫീലാവുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് വിക്രം അത്രത്തോളം തന്നെ തള്ളി പറഞ്ഞതും നന്ദിനിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ കൈയൊങ്ങിയതൊക്കെ വേദയ്ക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് ബൈക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കമലാമ്മ ചോദിക്കുന്നുണ്ട് മോനെ കാപ്പി കുടിക്കുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. വേണ്ടമ്മേ, രാവിലെ തന്നെ വയറ് നിറഞ്ഞു, ഞാനിന്ന് വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് ഞാനേ തിരിച്ചു വരുമ്പോൾ അവൾ ഈ വീട്ടിൽ കണ്ടേക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദയാണെങ്കിൽ ജനലിൽ കൂടി ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ ഒരു ബാഗൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, അവൻ വെറുതെ ഒരു ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതല്ലേ, അതിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ചോദിക്കണം കേട്ടോ. അല്ല ഏട്ടത്തി, ഇനിയിപ്പോൾ ഇത്രയും ആട്ടി പറഞ്ഞതിന് ശേഷം വിക്രം വന്ന് വിളിക്കാതെ ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല. വിക്രം വരുമ്പോൾ ഞാനിവിടെ കാണില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ കാരണം ഈ വീട്ടിലൊരു പ്രശ്നം വേണ്ട. എന്തായാലും ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ബാഗ് എടുത്തോണ്ട് ഇറങ്ങുകയാണ് കേട്ടോ. കമലാമ്മയും ഒരുപാട് വിളിക്കുന്നുണ്ട് മോളെ, എന്തായാലും മാഷിങ് വരട്ടെ, നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഒരു പെൺകുട്ടിയും ഈ വീട്ടിൽ നിന്ന് നിറകണ്ണുകളോടുകൂടി ഇറങ്ങരുതെന്നുള്ളത് മാഷിൻ്റെ നിർബന്ധമാണ് എന്നിങ്ങനെ കമലാമ്മ പറയുന്നുണ്ടെങ്കിലും വേദ ഇതൊന്നും കണക്കാക്കുന്നില്ല കേട്ടോ. ഇല്ലമ്മേ, ഇത് ഞാൻ താങ്ങാവുന്നതിലപ്പുറം സഹിച്ചതാണ്. വിക്രം എന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അമ്മ തന്നെ കേട്ടതല്ലേ. ഞാൻ വിക്രമിൻ്റെ ഭാര്യയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിലും വിക്രം എന്നെ ഭാര്യയായിട്ട് വിക്രം അംഗീകരിക്കുന്ന ആ നിമിഷമേ എനിക്ക് ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ. ഞാൻ ഈ താലിയുടെ മഹത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും നാൾ വിക്രമിനെ സ്നേഹിച്ചതും. ഇനിയിപ്പോൾ അതുണ്ടാവില്ല. എന്തായാലും ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ ബാഗൊക്കെ എടുത്തിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് കേട്ടോ. ഇങ്ങനെ വേദയാണെങ്കിൽ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ രാധ ഇത് കാണുന്നുണ്ട് കേട്ടോ. രാധ പെട്ടെന്ന് നന്ദിനിയെ വിളിക്കുന്നുണ്ട്. എന്താ നന്ദിനി ഏട്ടത്തി, അവള് ബാഗൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അതെ, നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. വിക്രം അവളെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതാണ്. ഇനിയിപ്പോൾ അവള് ഇവിടേക്ക് വരുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന രാധയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രാധയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതെ, നിങ്ങളുടെ പെങ്ങളുണ്ടല്ലോ, പെങ്ങളെ വീട്ടിൽ നിന്ന് വിക്രം ആട്ടി ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഞങ്ങളുടെ വിവാഹം കാണും.
എന്തായാലും പെങ്ങനെ കയ്യോടുകൂടി വേണമെങ്കിലേ വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ ശങ്കരനാരായണന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അച്ഛാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഇപ്പോൾ അവളെ ആ വിക്രമുണ്ടല്ലോ അവന് വേദയെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയെന്നാ കേട്ടതെന്ന് ഇങ്ങനെ പറയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശങ്കരനാരായണന്റെ മനസ്സിൽ ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പോഴും നിങ്ങൾക്കൊക്കെ അവനെ വിശ്വാസമാണോ? അവനെ പോലൊരു ഗുണ്ടയും തെമ്മാടിയായ ഒരുത്തനെ ഒരിക്കലും ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. എന്തായാലും ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വണ്ടി എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈശ്വര, എൻ്റെ മോളെ കാത്തോണേ, അവരുടെ താലിയുടെ മുഖത്ത് നീ കാത്തോണേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വേദയാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ശ്രീകാന്ത് കാണുന്നുണ്ട് കേട്ടോ. എന്താടി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ ആ തെമ്മാടിയുടെ കൂടെ പോയിട്ട് നിന്റെ ജീവിതം പാഴാക്കല്ലെന്ന്. നീ കയറ്, ഞാൻ ഇപ്പോഴാണെങ്കിൽ ആ താലിയും വലിച്ചെറിഞ്ഞിട്ടേ ഇപ്പൊ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ദർശൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അതെ ഏട്ടൻ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ എല്ലാം അറിഞ്ഞു, നിന്നെ അവൻ ആട്ടി പുറത്താക്കിയതല്ലേ, ഇനിയിപ്പോൾ എന്തിൻ്റെ പേരില്ല നീ റോഡിൽ കിടക്കാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതെ, എൻ്റെ ഭർത്താവ് എന്നെ തിരക്കി വരുമെന്ന് എനിക്കറിയാം. ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോഴേ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് സർവ്വസാധാരണമല്ലേ. ഏട്ടനും വർഷെടുത്തിയും തമ്മിൽ വഴക്കുണ്ടാകാറില്ലേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വർഷെടുത്തിയുടെ താലി പൊട്ടിച്ചിട്ട് വേറൊരു പെണ്ണിനെ പോയി കെട്ടുകയാണ് ചെയ്യാറെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നോടൊന്നുമേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ശ്രീകാന്ത് വണ്ടി എടുത്തോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ പോയി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ വേദയുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട്. അങ്ങനെ എന്താടി നീ എന്തായി ബാഗൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആ ഫ്രണ്ട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വേദയുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ ഗുണ്ടയ്ക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ശരിയല്ല വേദ. നിനക്ക് ഒരുപാട് നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വലയത്തിൽ നീയല്ലായിരുന്നു ഏറ്റവും മിടുക്കിയായിട്ടുള്ളത്. നിനക്ക് നല്ലൊരു, നീ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു കളക്ടറായി തന്നെ ആകാൻ സാധിക്കും. നീ ഇപ്പോൾ അവനെ വേണ്ടെന്ന് വെച്ചിട്ട് നീ അങ്ങ് പൊക്കൂടെ എന്നിങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ഫ്രണ്ടിനോട് വേദ പറയുന്നുണ്ട്, നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയല്ലേ. ഈ ക്ഷേത്ര നടയിൽ വെച്ച വിക്രമിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനിയിപ്പോൾ വിക്രമിൻ്റെ ജീവനും എല്ലാം എൻ്റെ കയ്യിലാണുള്ളത്. അതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ആ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ എന്തായാലും എൻ്റെ വീട്ടിലേക്കൊന്ന് വാ, കുറേ നാളായില്ലേ എൻ്റെ കൂടെ കൂടിയിട്ട്, നമുക്ക് ഇത്തിരി നേരം ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് വേദയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സമയമേറെ വൈകിട്ടുണ്ടാവും. അങ്ങനെ ഒരു രാത്രിയാകാറാവുമ്പോഴേക്കും വിക്രമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ശ്രീജ ഇങ്ങനെ വിഷമിച്ച് വാതിക്കലിരിക്കുകയാണ്. എന്താ അമ്മയ്ക്കിടെ ആ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എങ്ങനെ സമാധാനം ഉണ്ടാവാനാ, നീ ഈ വീടിൻ്റെ മഹാലക്ഷ്മിയല്ലേ അടിച്ചിറക്കി വിട്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ അടിച്ചിറക്കി വിട്ടോ? അവള് എന്തി വേദ? അതെ, നീ ഇന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, നീ വരുമ്പോഴേക്കും ഇവിടെ കാണല്ലെന്നുള്ളത്. പിന്നെ അവൾ എങ്ങനെ ഉണ്ടാവാന്? രാവിലെ തന്നെ അവള് ബാഗ് എടുത്തോണ്ട് പോയി. എങ്ങോട്ടേക്കാ പോയെന്ന് പോലും അറിയില്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വിക്രമിനും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വിക്രം പെട്ടെന്ന് തന്നെ മുത്തശ്ശിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ മുത്തശ്ശി, ഞാൻ വിക്രമാണ്. എന്താ മോനെ, എന്താ അവിടെ പ്രശ്നങ്ങളുണ്ടായത്? വേദമോൾ ഇപ്പോൾ എന്ത് ചെയ്യേ? ശ്രീകാന്ത് വന്ന് പറഞ്ഞിരുന്നു മോനെ അവിടുന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ. എന്തായാലും വേദമോളുടെ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി രണ്ടുപേരും ഒന്നിച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും വിക്രമിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്നും വേദ വീട്ടിലെത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. ഒന്നുമില്ല മുത്തശ്ശി, വേദ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വിളിച്ചാണെന്നിങ്ങനെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മേ, വേദ വീട്ടിലും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ആ കുട്ടിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടായെന്ന് പോലും അറിയില്ല. ഇനിയിപ്പോൾ ഈ പാപമെല്ലാം കൂടി നീ എങ്ങനെയാ കഴുകിക്കളയുക ഈശ്വര എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കരയാരുത്.
ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രമാകെ ടെൻഷൻ അടിച്ചിട്ട് വിക്രമിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. വിക്രം പെട്ടെന്ന് ബൈക്ക് എടുത്തുകൊണ്ട് റോഡിലൂടെ എല്ലാം നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ വേദയാണെങ്കിൽ ഈ കൂട്ടുകാരിയുടെ വീട്ടിലാണല്ലോ. അവിടെ നിന്ന് സമയം ഏറെ ആയിട്ടുണ്ട്, ഞാനെന്നാൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ നീ ഈ രാത്രിയിൽ എവിടേക്കാ? ഏയ് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കാണും, നീ എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. വിക്രം എന്തായാലും എന്നെ അന്വേഷിച്ച് വരാതിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിൻ്റെ ഉറപ്പില്ല ആ ഗുണ്ടയെ ഇങ്ങനെ വിശ്വസിക്കുന്നത്? അവനൊന്നും വരാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാട്ടോ. നിന്നെ ഈ രാത്രിയിൽ ഞാൻ എവിടെയും തനിച്ചാക്കിയിട്ട് പോകുന്നില്ലെന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും നീയേ ഒരു കാര്യം ചെയ്യും, നീ എന്നെ ആ ബസ് സ്റ്റോപ്പിലൊന്ന് ഇറക്കിയേര്, അല്ലാതെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ആ ഫ്രണ്ട് ഇറക്കി വിട്ടിട്ട് ഒരുപാട് സങ്കടത്തോടു കൂടി, വേദ നിന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് തിരികെ പോവുക? എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ മാറി അവിടെ കിടക്കുകയാണ്. വേദയെ നല്ല രാത്രിയായിട്ടുണ്ട്, തനിച്ച് അവിടെ ഇറക്കി വിട്ടിട്ട് പോവാനും പറ്റില്ലല്ലോ. അങ്ങനെ വേദയെ നിർബന്ധിച്ചതുകൊണ്ട് തന്നെ വേദ അറിയാതെ അവർ മാറി വെയിറ്റ് ചെയ്ത് അവിടെ കിടക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് രാത്രിയിൽ എന്തെങ്കിലും ആപത്ത് പറ്റുമോയെന്ന് ആ ഫ്രണ്ടിനൊരു പേടിയുണ്ട്. ഈ സമയം നമ്മുടെ വിക്രമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച് വരികയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദ ബസ് സ്റ്റോപ്പിൽ ബാഗൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും വിക്രമിന് ഒരു സമാധാനം ആകുന്നുണ്ട് കേട്ടോ. വിക്രം അപ്പോഴാണ് ഒന്ന് ദീർഘനിശ്വാസം എടുക്കുന്നത്. എന്നിട്ട് ബൈക്ക് നിർത്തിയിട്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തലകുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദ ഇത് വിക്രമിനെ കണ്ടിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താടി വേദാളവേ, വന്ന് വീട്ടിലേക്ക് വന്നിങ്ങനെ പറയാൻ കേട്ടോ. ആരുടെ വീട്? എനിക്കങ്ങനെ ഒരു വീട് അവിടെ ഇല്ലല്ലോ, ഞാനേ എങ്ങോട്ടെങ്കിലും പൊക്കോളാം, എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്കും ചെല്ലാൻ പറ്റില്ല, ഈ താലി ഉപേക്ഷിച്ചിട്ടല്ലാതെ അങ്ങോട്ടേക്കും കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ താലിയുടെ പേരിൽ ഇനി എനിക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ പറ്റില്ല, ഞാൻ എങ്ങോട്ടേക്കും വരില്ലെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു സോറി ചോദിച്ചേക്കാം, നീ എന്തായാലും വന്ന് കയറ്, അമ്മ വീട്ടിലാകെ വിഷമിച്ചിരിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണോ? അതിനെ ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചോളാം, തൽക്കാലം മോൻ പോകാൻ നോക്കുന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്ലേ, നീ മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറാന്നൊക്കെ എന്താ ഭീഷണിയാണോ? അല്ല, ഞാൻ ചെയ്തതിനൊക്കെ സോറി ചോദിച്ചല്ലോ, ഇപ്പം എന്തായാലും നീ എൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിലല്ലേ, നാളെ നിന്നെ കാണാതായെന്നും പറഞ്ഞ് നാളെ നിന്റെ ജഡ്ജുണ്ടല്ലോ, നിന്റെ തന്തപ്പടി അദ്ദേഹേ എന്നെ ആയിരിക്കും ജയിലിലാക്കുക, അതുകൊണ്ട് മര്യാദയ്ക്ക് വാന്നിങ്ങനെ പറയാണ് കേട്ടോ. അതെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ വരില്ല. അല്ല വേദ, സോറി വേദ, ഞാൻ നിന്നോട് ആ നന്ദിനിയേട്ടത്തേക്ക് അത്രയും നന്ദിനിയേട്ടത്തി കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി അതുകൊണ്ടല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഓ അപ്പോൾ എൻ്റെ കണ്ണീരിനാണ് നിങ്ങൾക്ക് വിലയില്ലാത്തത്, എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല, നീ എന്തായാലും കയറെന്ന് പറഞ്ഞിട്ട് വേദയുടെ ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ തൽക്കാലത്തേക്കിന് ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ വിക്രമിൻ്റെ ബൈക്കിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. വിക്രമിൻ്റെ ബൈക്കിൽ വേദ കയറി പോകുന്നത് കണ്ടിട്ടാണ് ഫ്രണ്ട്സും അവിടെ നിന്ന് തിരിഞ്ഞ് വണ്ടിയെടുത്തുകൊണ്ട് പോകുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.